സാർ ഇപ്പം CPM എന്ത് കാണിച്ചാലും കോടതി വിധികൾക്ക് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് CPMൻ്റെ സമ്മേളനങ്ങൾ നടന്നു വരിക. തിരുവനന്തപുരത്ത് അറിയാലോ, റോഡ് മുഴുവൻ പന്തലിട്ട് കസേരയൊക്കെ നിരത്തി വാഹന ഗതാഗതമൊക്കെ തടയുന്നു. കോടതി വളരെ രൂക്ഷമായി വിമർശിക്കുന്നു. CPM കേട്ട ഭാവം നടിക്കുന്നില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം CPIയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ സമരം നടത്തുന്നു. അപ്പം ഇതേ രീതിയിൽ തന്നെ ഈ ഹൈക്കോടതിയുടെ വിധികളെ നിർദ്ദേശങ്ങളെയൊക്കെ പുല്ലുപോലെ കാണുന്നു. മാത്രമല്ല, എങ്ങാനും ഹൈക്കോടതി പരാമർശമായിട്ട് വന്നു കഴിഞ്ഞാൽ ശുംഭൻ എന്നൊക്കെയാണ് പണ്ട് വിളിച്ചിരുന്നത് അല്ലേ? എന്താണ് CPMും കോടതിയും തമ്മിലുള്ള യുദ്ധം? CPM ഒരു തെറ്റെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, CPI തെറ്റെയ്തെന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, നിയമവാഴ്ച, അതവരെ ബാധിക്കുന്നില്ല. അതാണ് അവരുടെ ഗ്ലോബൽ വേൾഡ് വ്യൂ. അതാണ് അതായത് ലോകത്തിലെവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എടുത്താലും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക, അല്ലെങ്കിൽ അധികാരമില്ലാതിരിക്കുക, അല്ലെങ്കിൽ സമരം ചെയ്ത് നടക്കുന്ന കാലമുണ്ട്. ആ കാലത്ത് അവർക്ക് സമത്വം, സാഹോദര്യം, ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി നടക്കും. പക്ഷേ അവരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കറിയാലോ, ചൈന എന്നെ നമുക്കറിയാലോ, നോർത്ത് കൊറിയ എന്നെ നമുക്കറിയാലോ. ഇവിടെയൊക്കെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. പ്രതിപക്ഷമില്ല, ഒരു പ്രശ്നമില്ല. കിം ജോങ് ഉൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വേണ്ടപ്പെട്ട ആളുണ്ടല്ലോ, പിണറായിക്കൊക്കെ വലിയ ആരാധനയാണ് അദ്ദേഹത്തിന്. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട് പോസിറ്റീവായിട്ടല്ലേ. പോസിറ്റീവ്, വളരെ വേണ്ടപ്പെട്ട ആളാണ് അവരുടെ. ഈ കിം ജോങ് ഉൺ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജ് 100%, 100%. സാധാരണ ഈ കമ്മ്യൂണിസ്റ്റ് കൺട്രിയിൽ പണ്ടത്തെ ബ്രഷ്നേവൊക്കെ ഉള്ള കാലത്തായാലും റഷ്യയിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും 99.99 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 100 ആവില്ലായിരുന്നു. പക്ഷേ കിം ജോങ് ഉൺ അത് 100 ആക്കിയെടുത്തു, റൗണ്ട് ഫിഗറിൽ കൃത്യമാക്കി. ആ കൃത്യമാക്കിയ കിം ജോങ് ഉണ്ണിനെ ആരാധിക്കുന്നവരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനൊക്കെ. അപ്പോൾ അവരിപ്പോൾ ഈ ചെയ്തത് തെറ്റാണെന്ന് അവരുടെ വിശ്വാസം, അവരുടെ കാഴ്ചപ്പാട്. കിം ജോങ് ഉണ്ണിനെ പോലെയുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് അല്പമെങ്കിലും നിയമവാഴ്ചയെ മാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹിയിൽ അവിടെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് മുട്ടാനിപ്പോൾ ഒരു സ്റ്റേറ്റ് മാത്രം കയ്യിലുള്ളപ്പോൾ സാധിക്കില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും നിയമം അവരനുസരിക്കണത്, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് നിയമം. കമ്മ്യൂണിസ്റ്റുകളുടെ പൊതുവിൽ ആഗോളതലത്തിലുള്ള കാഴ്ചപ്പാട് അതാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈയിടെ ഇപ്പോൾ CPIയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അതിനു മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് നടന്നായിരുന്നു. അത് തിരുവനന്തപുരത്ത് നടന്നത് പാളയം ഏരിയ കമ്മിറ്റി അവരുടെ മീറ്റിംഗ് ആയിരുന്നു. അത് ഈ മാസം 5-ന് നടന്നു. അത് വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഈ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ ഓൺലി 100 മീറ്റേഴ്സിൻ്റെ ഒരു ദൂരമുള്ളൂ അവിടെ. അതേപോലെ കോടതിയുണ്ട്. പക്ഷേ ഒന്നും പ്രശ്നമല്ല. അവർ നല്ല ഭംഗിയായിട്ട് റോഡിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് അടച്ചു കിട്ടിയിട്ട് അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നടത്തി. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് നമ്മുടെ മാഷാണ്, MV ഗോവിന്ദൻ മാഷാണ്. മാഷ് വന്ന് ഉദ്ഘാടനം നടത്തിപ്പോയി. നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ട് പോയി. പിന്നെ അതുകൂടാതെ ഒരു നാടകം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, നല്ലൊരു നാടകം അതും കാണിച്ചു. അത് കാണിച്ചിട്ട് പോയി. പിന്നെ അപ്പോൾ ഇത് ഒക്കെ അരങ്ങേറുന്ന സമയത്ത് തന്നെ അവിടെ ഏകദേശം 50 പോലീസുകാരെങ്കിലും കാവൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും ഒന്നും പറയാനുള്ള ധൈര്യമോ ചങ്കൂറ്റോ എന്നല്ല, സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇടപെട്ടിട്ടില്ല. ഒരു മരട് സ്വദേശി N പ്രകാശ് എന്ന് പറയുന്ന ആൾ ആണ് കോടതിയിൽ ഇതിനെപ്പറ്റി, കോടതി ലക്ഷ്യ കേസാണെന്നുള്ള രീതിയിൽ ഹർജി കൊടുത്ത് അങ്ങനെയാണ് ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 500ഓളം പേരെ കണ്ടാലറിയാൻ പാടില്ലാത്ത ആണ് ആൾക്കാരെന്ന് തോന്നുന്നു. അവർക്ക് കണ്ടാലറിയുന്നവർക്കെതിരെ കേസെടുക്കാന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ എന്തോ വകുപ്പിലൊക്കെ പെടുത്തിയിട്ട് 500 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല സാർ, ഇപ്പോൾ എപ്പോഴും CPM ചെയ്യുന്ന ചില പ്രവർത്തനമുണ്ട്. ഇത് വളരെയധികം വിമർശനത്തിന്, ഓഡിറ്റിങ്ങിനൊക്കെ വിധേയമാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPMൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൃത്യമായിട്ട്
വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ അണികൾ പറയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA ആകാം, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ആകാം. V ജോയി എന്ന് പറയുന്ന ആൾക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകാം, MLA ആയിട്ടിരിക്കാം. താഴെ തട്ടുള്ള ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയാൽ അയാളെ പിന്നെ ലോക്കൽ സെക്രട്ടറി ആക്കില്ല, ബ്രാഞ്ച് സെക്രട്ടറി ആക്കില്ല, ഏരിയ സെക്രട്ടറി ആക്കില്ല. അപ്പം മുകൾ തട്ടിലുള്ള നേതാക്കൾക്ക് എന്തും ചെയ്യാം, എന്ത് നിയമവും ലംഘിക്കാം. താഴെ തട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്താലും കുറ്റമാണ്. അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ പോലും മുകൾ തട്ടിൽ നിന്നുള്ള CPMകാരൊന്നും രക്ഷിക്കാനോ സഹായിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നവരെ CPM ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം മുകൾ തട്ടുള്ള CPM പ്രവർത്തകർക്ക്, CPM നേതാക്കൾക്ക് എന്തും ചെയ്യാം, നിയമത്തിന് പുല്ലുവില്ല. നിയമവാഴ്ചയിൽ അവർ വിശ്വസിക്കുന്നില്ല. ദാറ്റ് ഈസ് ദെയർ വെൽട്ടൺ സ്ട്രോങ് എന്ന് പറയും, ദി വേൾഡ് വ്യൂ. അവരുടെ ഗ്ലോബൽ ഔട്ട്ലുക്ക് അതാണ്. അവർ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നില്ല. അവർ അധികാരത്തിൽ വന്ന് അവർ പറയണത് കേട്ടാൽ. ചൈനയിൽ അങ്ങനെയല്ലേ? ചൈനയിൽ ഓപ്പോസിഷൻ പാർട്ടി ആരാണ്, ഓപ്പോസിഷൻ ലീഡർ ആരാണ്, അറിയില്ല എന്തെങ്കിലും. അതേപോലെ തന്നെ നോർത്ത് കൊറിയയിൽ. ഇനി ഇവരുടെ കൊലപാതകവും ഇപ്പം നമ്മൾ ഇവിടെ രാജനെ പണ്ട് എമർജൻസി കാലത്ത് കൊന്ന് വലിയ സംഭവമാണ്. സംഗതി ഇറ്റ് വാസ് ബാഡ് ഇനഫ്, അതിൽ സംശയമൊന്നുമില്ല. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രാജഡി. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ടിയാനൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തു. അവർ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്താണ്, നിരായുധരായി വന്ന് സമരം ചെയ്താണ്. പക്ഷേ ടിയാനൻമെൻ സ്ക്വയറിൽ എത്ര പേര് 7,000 ആൾക്കാർ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ആരെങ്കിലും ഇവിടെ SFIക്കാർ അത് അറിഞ്ഞതായിട്ട് നമ്മൾ കണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന അങ്ങനെ കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം. ഈ മിഡിൽ ഈസ്റ്റിലെ തന്നെ കാര്യം നോക്കിക്കഴിഞ്ഞാലേ എത്രയോ എന്തെല്ലാം ഇപ്പോൾ നമ്മൾ ഈ അസദിൻ്റെ കാര്യം കേൾക്കണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ കേട്ടു, എത്രയോ അവിടുത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ എപ്പോഴെങ്കിലും SFI ഒരു സമരം നടത്തിയിട്ടുണ്ടോ? കാരണം അത് റഷ്യൻ ചേരിയിലുള്ള ഒരു രാജ്യമാണ്, അവർക്ക് പ്രശ്നമല്ല. സദ്ദാം ഹുസൈൻ ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാഖിൽ കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്യാണ് ചെയ്തത്, കുർദുകളെ ഒതുക്കാൻ വേണ്ടിയിട്ട്. 5000 പേര് മരിച്ചു. ഇവിടെ SFI അറിഞ്ഞതായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ SFI ആയാലും DYFI ആയാലും ആ റഷ്യൻ ചേരിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളവർ ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ വേണ്ട ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടാല്ല, എന്ത് സംഭവിച്ചാലും വലിയ പ്രശ്നമാണ്. രാജൻ്റെ കാര്യം അതുകൊണ്ടാണ് രാജൻ വലിയ ഇമ്മോർട്ടലായി. ശരി, രാജൻ മരിച്ചത് കഷ്ടമായി പോയതില്ലെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഇവിടെ ബാക്കിയുള്ളൊരു ഇവരുടെ തന്നെ ഇപ്പോൾ ഇവരുടെ ഭരണകാലത്ത് പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചവിട്ടി കൊന്നെന്ന് വിചാരിച്ചു, ഇവർക്ക് ദേ ആർ നോട്ട് ബോധേഡ് അറ്റ് ഓൾ. അതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ദേഷ്യം വരും. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമല്ലേ സാർ ഈ നവീൻ ബാബു, ADM നവീൻ ബാബു കൊല്ലപ്പെട്ടു. ഈ ADM നവീൻ ബാബു എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ എന്താണ് അയാളുടെ മരണത്തിന് പിന്നിലെന്നോ ഇതുവരെയും പുറത്തായിട്ടില്ല. മാത്രമല്ല CBI അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തഹസീൽദാരാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് വേണ്ട, കേരളത്തിലെ പോലീസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം, അപ്പോൾ അതിനകത്ത് കേന്ദ്ര ഏജൻസി വരേണ്ട കാര്യമില്ല എന്ന് പറയും. അവരതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി പറയുന്നു ശരി, നിങ്ങളുടെ വാദം കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കാമെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നവീൻ ബാബു കൊല്ലപ്പെട്ടപ്പോൾ നവീൻ ബാബു തൂങ്ങി നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടില്ല. അയാൾ ഏത് മുറിയിലാണ് ആത്മഹത്യ എന്ന് അറിയത്തില്ല. ഇതിൽ എന്തെങ്കിലും കഴുത്ത് മുറുകിയ പാടോ കൊലപാതകത്തിൻ്റെ ലക്ഷണം ഉണ്ടോ എന്നറിയില്ല. സാധാരണക്കാരനായ ഒരാൾ തൂങ്ങി നിന്നാൽ അയാൾ ചെറിയ കയറി തൂങ്ങിക്കുന്നതിൻ്റെ ചിത്രം ഉണ്ടാവും. അയാളെ മുട്ട് താഴെ കുത്തുന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ADM പദവിയിലിരിക്കുന്ന ആൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ടും ഒരു വിവരവും പുറത്തേക്ക് വരുന്നില്ല. അപ്പം ഭരിക്കുന്ന പാർട്ടിയായ ഇടതുപക്ഷം, ഭരിക്കുന്ന പാർട്ടിയായ CPM വിചാരിച്ചാൽ എന്ത് കേസും ഇഷ്ടമുള്ള രീതിയിലേക്ക് വഴിതിരിച്ചിടും അല്ലേ? ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം. അതുകൊണ്ട് CBI വരാൻ അവരൊരിക്കലും അനുവദിക്കില്ല. അതിന് ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഈ ബാരിസ്റ്റേഴ്സ് അഡ്വക്കേറ്റ്സിനൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ ടാക്സ് പിരിച്ചിട്ട് അവർ കൊടുക്കുകയും ചെയ്യും. അത് ദശലക്ഷക്കണക്കിന് കൊടുക്കുകയാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതേസമയം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ, ഈവൻ എ ഷെയ്ഡി ക്യാരക്ടർ വന്നിട്ട് പറയുകയാണ് ഉമ്മൻചാണ്ടിയെ പറ്റിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഉടനെ CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് അതിനും വിരോധമില്ല. അതാണ് ഇവരുടെ രീതി. അത് ഒരു ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും CPMൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ കോടതി ഉള്ളതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു. കോടതി കുറേ ഇടപെടണമുണ്ട്. ഇപ്പോൾ അവർ കോടതി പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് കോടതി അലക്ഷ്യ കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഹർജിയൊക്കെ വരികയും കോടതി ഇതിനെപ്പറ്റി വിധി പാസ്സാക്കിയിട്ടുള്ളതുമാണ്. ഗവൺമെൻറ് അതിനെതിരെ ചില സ്റ്റെപ്സൊക്കെ എടുത്തിരിക്കുകയാണ്. എന്നിട്ടും ഇത് കാണിക്കുമ്പോൾ ഇത് കോടതി അലക്ഷ്യ കേസാണ്. പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഈ സ്ഥലത്തേക്ക് വൈദ്യുതി എങ്ങനെ ലഭിച്ചു, ഈ റോട്ടിൽ ഫംഗ്ഷൻ നടത്താനായിട്ട് റോട്ടിലേക്ക് വൈദ്യുതി കൊടുക്കുമാരെങ്കിലും, ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വഞ്ചിയൂർ SHO അവിടുത്തെ CI നേരിട്ട് ഫയലുകളുമായിട്ട് വന്നിട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ പറയണം, അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യോഗത്തിൽ പങ്കെടുത്തവർ എന്തെല്ലാം പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു, എത്ര വാഹനങ്ങളുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോടതി ഇടപെട്ട് എന്തെങ്കിലും നടന്നാൽ നടക്കും, അല്ലാതെ ബാക്കി ഒന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ തന്നെ ഈ കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് കാണുന്നതാണ് CPIക്കാർ. ആ CPIക്കാർ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ട്രിവാൻഡ്രത്ത് MG റോഡിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവിടെയും റോഡ് ഇങ്ങനെ തടസ്സപ്പെടുത്തിയിട്ട് അവർ സമരം നടത്താണല്ലോ.
അപ്പോൾ ഇവർക്ക് നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു ഏർപ്പാട് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് മൊത്തം ആഗോളതലത്തിലില്ല. ഇനിയിപ്പോൾ നമ്മൾ ടിയാനൻമെൻ സ്ക്വയർ ഒക്കെ പറഞ്ഞു. പണ്ട് കംബോഡിയയിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. അവർ പോൾപോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഭരണം നടത്തിയിരുന്നത്. പോൾപോട്ട്, യാങ് സാരെ, ക്യൂ സഫാൻ, ഈ 3 പേരുടെ ഒരു ത്രയം, ഒരു ട്രിനിറ്റിയാണ് ഭരിച്ചിരുന്നത്. അവിടെ കൊല്ലപ്പെട്ടത് അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ 20% ആണ്. അത്രയും ക്രൂരമായിരുന്നു. അത്രയും ക്രൂരായിരുന്നു. ഈ 20% കൊന്നിട്ട് നമ്മുടെ SFIയോ നമ്മുടെ DYFIയോ എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ ഇതാണ് അവരുടെ രീതി. അവരുടെ ആൾക്കാർ എന്ത് കാണിച്ചാലും അവർ ശ്രദ്ധിക്കില്ല. അതിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. പിന്നെ അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ന്യായീകരണ തൊഴിലാളികളുണ്ട്, ക്യാപ്സ്യൂളുകളുണ്ട്, ശ്രദ്ധ തിരിക്കാനായിട്ട് എന്തെങ്കിലും നുണ പറയാനൊക്കെ അവർക്ക് നല്ല. ഇപ്പോൾ കേരളത്തിൽ കാര്യമാണ് സാർ, കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ വേദിയിൽ പത്ര ഫോട്ടോഗ്രാഫർമാരല്ല വീഡിയോഗ്രാഫർമാരൊക്കെ എടുത്തൊരു ചിത്രമുണ്ട്. പ്രതിനിധികൾ വെള്ളം കുടിക്കുന്ന ഒരു പ്രത്യേക കുപ്പിയിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ സമ്മേളനത്തിനിടെ കരികാരി വെള്ളം കൊടുക്കുന്നതെന്ന് പറയുന്നത്, കരികാരി വെള്ളം പ്ലാസ്റ്റിക് കുപ്പി കൊടുക്കുന്നു. നമ്മളിവിടെ കാണുന്നത് എന്താ, ദൂരെ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമാണ്. ആ കുപ്പിയിൽ അത് എന്ത് ദ്രാവകമായിരിക്കും നമുക്കൊരു ധാരണയുണ്ട്. അതിൽ ഇങ്ങനെ കുടിക്കുന്നു, എന്നിട്ട് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അതിൽ തന്നെ പ്രതിനിധികൾ കുപ്പിയെടുത്ത് താത്ത് വെക്കുന്നു, പിന്നെ ചിലരെടുത്ത് കുടിക്കുന്നു. അപ്പോൾ താത്ത് വെക്കുന്നതിനകത്ത് പിന്നിലൊരു സംശയമുണ്ട് അല്ലേ, ഇത് എടുത്ത് കുടിക്കുന്നത് ഇതൊന്നും അല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ഇത്തരം കുപ്പിയിൽ വെള്ളം കുടിച്ചാണോ CPM ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്നത്? അല്ല, ആ കുപ്പിയിലുള്ളത് എന്താണെന്നുള്ളതൊരു പ്രശ്നം. പിന്നെ ആ കുപ്പിയിൽ നിന്ന് കുടിക്കുന്ന ചിന്താചരവും ഒരു പ്രശ്നം. അതാണ് ഈ കുഴപ്പം. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുപ്പിയിൽ ഇതിപ്പോൾ നമ്മൾ ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണോ ഇതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും തോന്നുന്ന രീതിയിൽ സംശയമുള്ള എന്തിനാ അത്ര കാര്യം ചെയ്യുന്നത്, പിന്നീട് അത് മാറ്റുകയും ചെയ്യുന്നില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ സമരങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് പെപ്സിക്കോള, കൊക്കക്കോളയ്ക്കെതിരെയൊക്കെയാണ്. പക്ഷേ ഇവരുടെ മീറ്റിങ്ങുകളിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നിടത്തൊക്കെ ഈ പറഞ്ഞ സാധനമാണ് സർവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കൊക്കക്കോളയും പെപ്സിക്കോളയും കൊണ്ടുപോയിട്ട് കടലിലെറിയും എന്നൊക്കെ പറഞ്ഞ ഒരു ബഹളമുണ്ട്. ഇതൊക്കെ നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ നിയമവാഴ്ചയെ അനുസരിക്കാത്ത CPM ജനങ്ങളെ പൊട്ടന്മാരാക്കാനും വേണ്ടി ശ്രമിക്കുന്നു അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.